അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻഷുസ് വേൾഡ്. അൻഷുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമുക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ ഇന്ന് നമ്മളെ പെരീത്തെ വിശേഷങ്ങൾ എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ, നമ്മളമ്മ ഇതാക്കണേ നല്ല അടിപൊളിയായിട്ടില്ലേ, സോഫ്റ്റ് ആയിട്ടില്ലേ, നല്ല പൂ പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇമ്മ അത് എന്താട്ടിക്കണേ എടുത്തുകാണ്ട് വെച്ചതാണ് ചൂടാറാൻ വേണ്ടി. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് എടുത്തുകാണ്ട് ഇങ്ങനെ കാണിച്ചു തരാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടില്ല, സോഫ്റ്റ് ആയിട്ടില്ല ഇഡ്ഡലി. അപ്പോൾ എന്താ നമ്മളിതൊക്കെ ഉണ്ടല്ലോ പാത്രത്തേക്ക് എടുത്തിടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയാൽ പെട്ടെന്ന് ഇങ്ങനെ എടുക്കാൻ കിട്ടും കേട്ടോ. നമ്മൾ കാട്ടണ മാതിരി തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇഡ്ഡലിയൊക്കെ അതിക്ക് ഇട്ട് വെച്ചിങ്ങനെ ഇതിൻ്റെ ബാക്കിയും കൂടി ചൂടാണ്ട് കേട്ടോ. അത് ഇമ്മ അങ്ങനെ പാരുന്നുണ്ട്. പിന്നെ ഇതാക്കണേ നമ്മളെ നാത്തൂന് ഇതാക്കണം നല്ല അടിപൊളിയായിട്ടില്ല കുറുകിയിട്ടില്ല ചട്ടിനി ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മളെ മക്കൾക്ക് ഭയങ്കര തൃപ്തിയാണ് കേട്ടോ. ഈ ചട്ടിനി ഇവിടുത്തെ നല്ല കുറുകിയ ചട്ടിനിയാണ് അറിയും, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചായ ഇതാക്കണേ തിളപ്പിച്ച് വെച്ചിക്കണേ, ചായ ഇതൊന്ന് പോരഞ്ഞും വേണം കേട്ടോ. അങ്ങനെ ഇതാക്കണേ അതൊക്കെ ഉണ്ടാക്കി വെച്ച് നമ്മൾ അതൊക്കെ ഞാനൊന്ന് കാട്ടി തന്നിട്ട് നമ്മളെ കോയൊക്കെ ഉണ്ടല്ലോ ആ കോഴിക്കൂട്ടിലുണ്ടായേ. അപ്പം ഇന്ന് നമുക്ക് അത് വെച്ചിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാക്കണേ ഞാൻ അതൊക്കെ പറിച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പറിച്ചുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് സന്തോഷം കാണുന്നില്ലേ? ചെറിയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതാണ് ഒരു സാധനം ഇങ്ങനെ ഉണ്ടാക്കിക്കാണ്ട് അത് പറിച്ചുമ്പോൾ ഉള്ളൊരു സന്തോഷം, അതേമാതിരി അത് വെച്ചുണ്ടാക്കി തിന്നുമ്പോൾ ഉള്ളൊരു സന്തോഷം, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് മക്കളെ. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടപ്പോഴും ഒരുപാട് കമൻറ്റ് വന്നിട്ടോ, നല്ല ഫ്രഷ് ആയിട്ടില്ല പച്ചക്കറി ഉണ്ടായി തിന്നാൻ പറ്റുക എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് കമൻറ്റൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടാണ്. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം നമ്മളെ കൂട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്ന് നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ ഇതാക്കണേ ഈ കോയക്ക ഉണ്ടല്ലോ, ചെളുമ്പം കോയക്ക തിന്നാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി അതിപ്പോൾ കേൾക്കാനൊന്നും നിൽക്കണില്ല, ഞാൻ ഇഞ്ച തട്ടത്തിലൊക്കെ ഒന്ന് തുടച്ചിട്ട് അത് തിന്ന് നോക്കാണ് കേട്ടോ. നമ്മളങ്ങനെ തന്നെയല്ലേ പണ്ടൊക്കെ തിന്നിനിയത്, ഇപ്പോഴും പിന്നെ അതിനൊരു മാറ്റമൊന്നുമില്ല. പിന്നെ ഇപ്പം ഞാൻ എന്താട്ടെ നമ്മൾ അതിലൊക്കെ തുടച്ചിട്ട് ഞാനത് തൊള്ളേക്ക് ഇട്ടിട്ടോ. അങ്ങനെ ചെളുമ്പ് നല്ല രസമാണ് കേട്ടോ തിന്നാൻ. അങ്ങനെ ഒരു 2-3 പറിച്ച് അങ്ങനെ തിന്നിട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മൾ കോയക്ക ഒക്കെ മൂത്തുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ പറിച്ച് നമ്മൾ പോവുകയാണ് കേട്ടോ. ഒരു ഉപ്പേരിക്കില്ലേ കിട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മളെ കോഴിക്കൾ ഇതാക്കണേ ചെനക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കോഴിക്കോടിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിക്കണേ, കാണാത്തവരുണ്ടെങ്കിൽ പോയി ഒന്ന് കണ്ടു നോക്കണ്ടിട്ടോ. പുറത്തേക്ക് വിടാതെ നമ്മളെ കോഴിക്കളെ എങ്ങനെ വളർത്താമെന്നില്ല ഒരു വീഡിയോ ഇട്ടിക്കണേ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ കോയക്കും പയറും ഒക്കെ പറിച്ച് ഞാൻ അവിടെ വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ പറിച്ച പയറിൻ്റെ ബാക്കി കുറച്ചും കൂടി ഉണ്ടായിരുന്നു, അതും പറിച്ചിക്കണേ. പിന്നെ ഇനി കോയക്ക് ഈ പയറും വെച്ചിട്ട് നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കണം. പിന്നെ ഞാൻ ചായ കുടിച്ചാണ് കേട്ടോ. ഒരു 4 ഇഡ്ഡലി എടുത്തുക്കണം കേട്ടോ, ഒന്നും നോക്കിയില്ല. നമ്മളമ്മ ഉണ്ടാക്കിയ നമ്മളെ നാത്തൂനുണ്ടാക്കിയ ചട്ടിനിയും കൂട്ടിയിട്ട് ഒരു പൊടിയാണ് പൊടിച്ചാന്ന് വിചാരിച്ച്, നല്ല സോഫ്റ്റ് ആയിട്ടില്ല അല്ലേ. അങ്ങനെ 4 ഇഡ്ഡലിയും അതേപോലെ നമ്മളെ ചട്ടിനിയൊക്കെ കൂട്ടി നമ്മൾ ചായ കുടിച്ചാണ് കേട്ടോ. ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ച് നല്ല കണ്ടിത് കുഴക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല നല്ല സോഫ്റ്റാണെന്നുള്ളത്. അപ്പോൾ ഈ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തറവാട്ടിൽ കൂടെ ഒന്ന് പോകാമെന്ന് പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ എന്താട്ടി വേഗം ചായയൊക്കെ കുടിച്ച് കണ്ടേ പോകാൻ വേണ്ടി നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അനുസരിച്ച് വന്നിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓളോട് വിളിച്ചു ചോദിച്ചു ഇജ്ജ് പോരണോന്ന്. അപ്പോൾ ഓൾ പറഞ്ഞാൽ ഞാൻ മദ്രസ ഇട്ടിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ചയും പോയി, ഓൾ ശനിയാഴ്ച മദ്രസ വിട്ടിട്ടും വന്നേക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ തറവാട്ടിക്ക് പോകാൻ കേട്ടോ, വല്യമ്മാനെ കാണാൻ. വല്യമ്മാക്ക് സുഖമല്ല, അപ്പോൾ വല്യമ്മാനെ ഒന്ന് കാണാൻ വിചാരിച്ച് കണ്ട് ഞങ്ങളങ്ങനെ പോകാതെ. പിന്നെ എന്താ നമ്മളെ നാത്തൂന് ഇതാക്കണം കോയക്ക അരിയണുണ്ട് കേട്ടോ. അപ്പം ഇനി ഞാൻ അരിയായിരുന്നു. അപ്പോൾ ഓള് ഞാൻ അരിഞ്ഞുകൊണ്ട് അത്തങ്ങൾ പോവുകയാണെങ്കിൽ പൊയ്ക്കോളി ചെയ്യാൻ. അപ്പോൾ നമ്മളെന്താട്ടി അതിന് പോകണം എഴുതിക്കുക. അപ്പോൾ ഞാൻ നയിക്കോട്ടെയായിരുന്നു. അപ്പോൾ ഞാൻ എന്താട്ടി നമ്മളെ പയറുണ്ടല്ലോ അത് 2 അങ്ങോട്ട് പൊട്ടിച്ചായിരുന്നു. അപ്പോൾ അത് പൊട്ടിച്ചപ്പോൾ നിങ്ങൾ ഇനി നേരം വൈകിച്ചേണ്ട, വെയിലായാൽ പിന്നെ ഗതികേടല്ലായിരുന്നു, അത് നിങ്ങൾ പൊയ്ക്കോളിയായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു പയറിങ്ങനെ പൊട്ടിച്ചിട്ട് പിന്നെ നമ്മൾ അതോക്കാണ്ട് ഏൽപ്പിച്ചിട്ട് നമ്മളങ്ങനെ പോകാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണം കോയക്ക അരിയുന്നുണ്ട്, പിന്നെ പയർ ഞാനിങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുത്തുകൊണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും പോകാൻ കേട്ടോ. കുട്ടികളൊന്നും പോയിരുന്നില്ലായിരുന്നു, ഓലൊക്കെ അവിടെ കളിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ ഒരു കരിമ്പിൻ്റെ ഒരു കണ്ട് കൊടുത്തേക്കണം കേട്ടോ. ഞങ്ങൾ പോകുമ്പോൾ അങ്ങനെ തിന്ന് പോകാൻ വിചാരിച്ചിട്ട് ഇപ്പം ചിരണ്ടി വെച്ചതാണ് കൊണ്ടുപോകാൻ. ഇപ്പൊക്കെ ജ്യൂസ് അടിച്ചാൽ കൊണ്ടാകും. അപ്പോൾ അതിന്മേൽ ഒന്നിങ്ങനെ
ഞങ്ങൾ രണ്ടാളും നിസ്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ ഞങ്ങളങ്ങനെ കരിമ്പും തിന്നങ്ങനെ പോകാൻ വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ നടന്നങ്ങനെ പോകാണ് കേട്ടോ. ഞങ്ങളിവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും നടന്നങ്ങനെ പോകാം. ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതാക്കണ കരിമ്പ് ചമച്ച് തിന്നുന്നുണ്ട്. സ്കൂളിലൊക്കെ പോയ കാലം ഇങ്ങനെ ഓർമ്മയായിട്ട് മക്കളെ എത്ര കരിമ്പ് ഇങ്ങനെ കടിച്ച് ചമച്ച് തുപ്പിക്കണെന്നറിയാം. അപ്പോൾ അതിങ്ങനെ ഒരു നമ്മളെ പണ്ടത്തെ നൊസ്റ്റാൾജിയ ഉണ്ട് കടന്നു വന്നു. അങ്ങനെ അതാക്കണ കരിമ്പൊക്കെ തിന്ന് ഞങ്ങൾ രണ്ടാളും അങ്ങനെ നടന്നു പോവുകയാണ്. ഏതായാലും എത്താനായപ്പോഴത്തേന് നമ്മളെ കരിമ്പും കഴിഞ്ഞിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം പോണത് എവിടുക്കാന്നറിയാം, നമ്മളെ ചെങ്ങാഴ്ചീൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ ഇറങ്ങി ഇങ്ങനെ തിണ്ടി തിരിഞ്ഞ് അങ്ങനെ പോകാമെന്നാണ് നമ്മളൊന്ന് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ചെങ്ങാഴ്ചീൻ്റെ പെരയിൽ ചെന്നപ്പോൾ ചെങ്ങാഴ്ച അവിടെ അല്ല, ഉളമ്മയും നാത്തൂനും ഉളപ്പിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറേ വർത്താനൊക്കെ പറഞ്ഞ് കുറേ നോണയൊക്കെ പറഞ്ഞ് കുറേ ചിരിച്ച് നിന്ന്. അപ്പം നമ്മളെ ചെങ്ങാഴ്ചീൻ്റെ അമ്മ മാളും ചെങ്ങാഴ്ചി ജസ്നിയാണ് കേട്ടോ. ഓളമ്മ ഞങ്ങൾക്ക് ചായയും ബിസ്ക്കറ്റൊക്കെ തന്ന് ഞങ്ങളൊരുപാട് ചായയും ചോറും ഒക്കെ ഇവിടുന്ന് തിന്നണം കേട്ടോ. ഞങ്ങൾ അങ്ങനെ അവിടുന്ന് കുറേ കാലമായിക്കണം കേട്ടോ ഞങ്ങളിങ്ങനെ വന്നിട്ട്. എപ്പോഴേലും വരുമ്പോഴല്ലേ, അപ്പം കുറേ ആയിക്കണം വന്നിട്ട്. അപ്പം അങ്ങനെ അവിടെ നിന്ന് കയറി. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ കല്യാണം കഴിഞ്ഞിന് ഇപ്പം അടുത്ത് ആങ്ങളുടെ ഇപ്പാൻ്റെ പെങ്ങളൂട്ടീൻ്റെ. അപ്പോൾ അവിടെ ഒന്ന് കയറാം. അപ്പം അന്ന് ആ പുതിയണ്ണിനെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ കണ്ടു പോകുന്നതല്ലേ. അപ്പോൾ അവിടെ ഒന്ന് പോയി അങ്ങനെ പുതിയണ്ണിനെയൊക്കെ കണ്ട് അവിടെയും കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ തറവാട്ടിക്ക് വന്നിക്കണം കേട്ടോ. അപ്പം അങ്ങനെ തറവാട്ടിൽ വന്നു. വല്യമ്മാനായിട്ട് കുറേ വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ വല്യമ്മാനൊന്നും ഞാൻ ആ രീതിയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തണില്ല കേട്ടോ. നമുക്ക് ഓൽക്കൊക്കെ വരുന്ന കുറവാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ അതാണ് നമ്മളെ കുഞ്ഞാമ്മ നല്ല നമ്മളുണ്ടാക്കണം അങ്ങനത്തെ മന്തി ഉണ്ടാക്കണുണ്ട് കേട്ടോ. കപ്സ മന്തി എന്നൊക്കെ പറയാം, ഞാൻ ഉണ്ടാക്കണതാണ്. അപ്പോൾ കുഞ്ഞാമ്മ പറയണേ ഇപ്പം സേഫുവിൻ്റെ വീഡിയോ കാണുന്നോണ്ടേ ഞാനിങ്ങനത്തെ മന്തിയൊക്കെയാണ് ഉണ്ടാക്കല് കേട്ടോ. അങ്ങനെ ഇതാക്കണേ നമ്മളെ കുഞ്ഞാമ്മ നമുക്ക് ഒരു ഗ്ലാസ് നല്ല തണുത്ത നാരങ്ങ വെള്ളവും തന്നിട്ടോ. അതൊക്കെ കുടിച്ച് അവിടെയും കുറച്ച് നേരമൊക്കെ നല്ല വർത്താനൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് ഞങ്ങളങ്ങനെ അവിടുന്ന് പോന്നു. പിന്നെ അപ്പുറത്തെ എളാപ്പാരെ പെരയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒന്നും ആരുമില്ല, ഓലൊക്കെ വിരുന്ന് കഴിക്കണേ. പിന്നെ ഒരു കുഞ്ഞാമാൻ്റെ പെരയിലാണ് ഒരു കുഞ്ഞാമ്മ ഇവിടെ പോയിക്കണം കേട്ടോ. പിന്നെ ഷോപ്പിൽ പോയിക്കണേ. അങ്ങനെ ഇതാക്കണേ നമ്മൾ മൂന്നാമത്തെ കുഞ്ഞാമാൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും കേട്ടോ. കുഞ്ഞാമ്മ ഇതാക്കണം. അവിടെ നിന്നും കിട്ടി ഞങ്ങൾക്ക് നാരങ്ങളം. അപ്പോൾ ഈ വെയിലത്ത് നാരങ്ങളം തന്നെയാണ് കേട്ടോ മാണ്ടിയത്. ചായ ഉണ്ടാക്കുക കഞ്ഞി കുടിച്ചാനൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ കഞ്ഞിയൊന്നും വേണ്ട ചായയൊന്നും വേണ്ട, അച്ചാറുണ്ടായിന് കേട്ടോ. നല്ല മാങ്ങഞ്ചി അച്ചാറിട്ടത് കറുത്തെ എന്തൊക്കെയാണ് കൂട്ടിയിട്ട് അതും കൂട്ടി ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച്. അപ്പോൾ ഇതാക്കണേ നമ്മളാങ്ങൾക്ക് നല്ല പണിയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്നറിയോ, കുരുമുളക് കുഴിച്ചിടാനാണല്ലോ ഇയാളെ ഇങ്ങനെ ഒരു കുജ്ജുണ്ടാക്കി കേട്ടോ. അതിൻ്റെ ഉള്ളിലൊരു കുജ്ജുണ്ടാക്കി എന്നിട്ട് അതിൽ പൈപ്പ് ഇറക്കി ഇതാണ്ടാണോലോ അങ്ങനെയാണോലോ കുരുമുളക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ ഇഞ്ഞു പോകുമ്പം ഇത് എന്തായിക്കണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ. ഇപ്പോൾ ഓൻ പറഞ്ഞൊരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ കേട്ടോ. അങ്ങനെയാണെന്നില്ല. അപ്പോൾ അന്ന് വെക്കാല്ലേ PVC പൈപ്പൊക്കെ ഇതാക്കണേ അവിടെ വെച്ചിക്കണേ. അപ്പോൾ അവിടെയും തന്നെ കുറേ നേരം നോണയൊക്കെ പറഞ്ഞ് ചെറിച്ച് കുഞ്ഞാമ്മ പോണ്ട ചോർന്നിട്ട് പോകാമെന്ന് കുറേ പറഞ്ഞ്. അതിൽ ഞങ്ങൾ പോന്നു കേട്ടോ. കുഞ്ഞാമ്മക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞ് കളിച്ച് ചെറിച്ച് കുത്തിർക്കാനേ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണേ. പിന്നെ ഓക്ക് പോവും വേണം. അങ്ങനെ വന്ന് ഇതാക്കണേ ചോറുണ്ട്, പിന്നെ നല്ല തളമീൻ പൊരിച്ചിക്കണേ, മത്തിയൊക്കെ ഇട്ടുകൊണ്ട് ചാറ് വെച്ചിക്കണേ, പിന്നെ നമ്മളെ കോയക്കയും പയറും ഇതാക്കണേ ഉപ്പേരിയും വെച്ചിക്കണം കേട്ടോ. ഇതാക്കണേ നമ്മളെ നല്ല അടിപൊളിയായിട്ട് ഒക്കെ നമ്മളെ നാത്തൂ റെഡിയാക്കി വെച്ചിക്കണേ. ഇനി കജ്ജ ചെയ്യാൻ കുത്തിർന്നാൽ മതി ചോറ് വെച്ചാനേ. അപ്പോൾ ഇതാക്കണേ നല്ല അടിപൊളിയായിട്ടില്ല കോയക്കയും പയറും ഉപ്പേരി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചോറ് കഴിച്ചാൽ വേണ്ടി നിന്നപ്പോഴാണ് നമ്മളെ ആങ്ങളറിഞ്ഞത് ഓന് ആ മീൻ പുറത്തായിട്ടില്ല. അപ്പോൾ ഓൻ പറഞ്ഞു ഞാൻ കോഴി കൊണ്ടുവരാനാണ്. ഓൻ കോഴിയൊക്കെ കൊടുന്ന് ഓൻ തന്നെ കേകി ഓൻ തന്നെ മസാലയൊക്കെ കൂട്ടി ഓനാണ് ഇപ്പം ഇന്ന് കോഴിയൊക്കെ കേട്ടോ. അപ്പോൾ ഞമ്മക്കുണ്ടല്ലോ ഓൻ വെച്ച കോഴി ഞമ്മക്കും വേണമല്ലോ ഒന്ന് തിന്ന് നോക്കാം. എന്നുണ്ടല്ലോ നമ്മളൊക്കെ വിരുന്ന് നമ്മൾ വെക്കണ കോഴി തിന്നണം. അപ്പോൾ ഇന്ന് നമ്മൾ ഓൻ വെക്കണ കോഴി തിന്നട്ടെ വിചാരിച്ച്. മക്കളെ നമ്മളെ മാതിരി കുറേ ഉള്ളിയും തക്കാളിയൊന്നും വാട്ടിയിട്ടില്ല ഓന്. ഒരു വല്ലുള്ളി അരിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പും തിരുമ്പിക്കാണ്ടാണ്ട് തീ വെച്ചിക്കണം കേട്ടോ. കുറച്ച് വെള്ളവും പറഞ്ഞ്. പിന്നെ ഇത് നമ്മളമ്മക്ക് മാക്സി കച്ചവടം ഉണ്ട് കേട്ടോ. ആ കുറച്ച് മാക്സികളാണ്, അതും കൂടി ഒന്ന് ഞാൻ അങ്ങനെ കാണിച്ചെന്നാണ്.
അപ്പോൾ ഇതാക്കണേ നമ്മളെ ആങ്ങളുണ്ടാക്കിയ ചിക്കന് കോഴി കൂട്ടാൻ നല്ല അടിപൊളിയായിട്ട് വന്നു. അപ്പോൾ ഞാനൊന്ന് ഉപ്പുണ്ട് നോക്കി വെന്തുകൊണ്ടോന്നൊക്കെ നോക്കിയിട്ടാണ് നല്ല രസമുണ്ടായിന് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോഴിയൊക്കെ കൂട്ടി, മീൻ ചാറുണ്ട്, കോഴിയുണ്ട്, മീനുണ്ട്, പിന്നെ നല്ല കോയക്കുപ്പേരിയും കൂട്ടി ചോറാണ് വേവിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.